സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന വാഴ്ത്തുന്ന ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ. യേശുനാമം എൻ്റെ ആശ്രയം, ആശ്രയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻവചനമാരി തൂങ്ങിനി എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചക. യേശുവേ വിളിക്കട്ടെ. യേശുവേ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മൾ തന്നെ ഉണ്ട്. അത് ബോധപൂർവം അതൊന്ന് പ്രവർത്തനക്ഷമമാക്കിയാലും മതി. എന്തെങ്കിലും പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസത്തെ കുറേ സാക്ഷ്യങ്ങൾ, നമ്മൾ ഉടമ്പടിയിൽ കുറേ നേർച്ച വസ്തുക്കളുണ്ടല്ലേ? അതെല്ലാം ഇങ്ങനെ ആ നേർച്ച വസ്തുക്കളെല്ലാം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ നേർച്ച വസ്തുക്കളെ ഇവരെന്നാ ചെയ്തതെന്ന് നോക്കണം. ഓരോ നേർച്ച വസ്തുക്കളും ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഒരു തെങ്ങും പറമ്പ്, അവിടെ ഒരു വീട് വെച്ച് താമസിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നാട്ടിൽ ഇടിവെട്ടുമെങ്കിൽ അവിടെ ഇടിവെട്ടും, നാട്ടിലെവിടെയെങ്കിലും ഇടിവെട്ടുമെങ്കിൽ ആ പറമ്പിൽ ഇടിവെട്ടും. ഇപ്പോൾ മരം കത്തിപ്പോയി, തെങ്ങിൻ്റെ അണ്ടം പോയി. അപ്പോൾ അവർക്ക് പേടിയായി അവിടെ ജീവിക്കാൻ. അവർക്ക് അവിടെ ജീവിക്കാൻ പേടി. അത് ചിലയിടത്തേക്ക് കാന്തികമായിട്ടുള്ള ചില എന്തോ ഒരു ആകർഷണമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇടി വെട്ടണ പാട്ടിൽ പിന്നെയും പിന്നെയും വെട്ടിക്കൊണ്ടിരിക്കും. ഇവരത് ഒരു പ്രത്യേക പറമ്പായത്. അപ്പോൾ ഇവർക്കിനി ഇടി സമയത്ത് രാത്രി വീടിന് കൊള്ളുമെന്നുള്ളത് പേടിയായി. അപ്പോൾ ഈ മഴ വരുവാൻ പോകുമ്പോൾ കാർമേഘം ഉരുണ്ട് കൂടുമ്പോഴൊക്കെ ഇവരുടെ മനസ്സിങ്ങനെ പിടക്കും. അവരെന്ത് ചെയ്യുന്നറിയാമോ? ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കുന്നതാണ്, യൂട്യൂബിലുണ്ട്. അവർ ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ഉപ്പ് എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ പറമ്പിൻ്റെ 4 അതിരുകളിൽ തളിക്കും. എന്നിട്ട് എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇടിമിന്നലിനെ ബന്ധിക്കുന്നു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇടിമിന്നലിനെ ബന്ധിക്കുന്ന. ഹല്ലേലൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. നിന്റെ കരുണ തേടുന്നു വൈകലേ എന്റെ പൂജക. ഇതുപോലെ തന്നെയാണ് ഉടമ്പടി തൈലം വരണത്. അതുപോലെ തന്നെയാണ് ഉടമ്പടി കശുരുപവും. ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകുമ്പോൾ ആശീർവാദത്തിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. അതുവഴിയാണ് പ്രഖ്യാപിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ ശക്തിയുടെ ഉപകരണമായതിനെ മാറ്റണത്. ശരിക്കും ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ, ഒരു മോള് പരീക്ഷ എഴുതാൻ പറ്റാതെ ഇങ്ങനെ ഒടിഞ്ഞ് പൂച്ചക്കുഞ്ഞിനെ പോലെ കിടന്ന് ഭക്ഷണം കഴിക്കാൻ 8 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. 8 ദിവസമായിട്ട് ഭക്ഷണം, ആ യൂട്യൂബിൽ ആ സാക്ഷ്യം നോക്കണം. 8 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആളിങ്ങനെ തളർന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പൾസ് പോകും, എഴുന്നേക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. അപ്പം അമ്മ എന്താ ചെയ്തത്? ഉടമ്പടി തൈലമെടുത്ത് വയറ്റിൽ വിശ്വാസപ്രമാണം ചൊല്ലി തേക്കാം. ഇവിടെ കുരിശെ കൊണ്ടുവന്ന് ആളെ വെച്ച് പ്രാർത്ഥിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് അന്ന് ബീഫ് കറി കൂട്ടി ഭക്ഷണം കഴിച്ചെന്നാണ് അമ്മച്ചി ആ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതായത് ഒരു ഭക്ഷണം ഇറങ്ങാത്ത ആൾ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ചേഞ്ച് ആകണത്. കൃപാസനത്തെ കൊണ്ടുപോരാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും അപ്പൻ ചോദിച്ചത് എന്താണെന്ന്, നീ അവളെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഇരിക്കണ അവസ്ഥയിൽ ഇതെവിടെ കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാണെന്ന്. അത്രയും മനസ്സ് അപ്പൻ്റെത് ഇടിഞ്ഞു പോയി. അപ്പൻ്റെ മനസ്സത്രേ ഇടിഞ്ഞു പോയി. അപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സ് ഇടിവായിരിക്കും എന്തെങ്കിലും കാണുമ്പോഴേ. അപ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന, അപ്പോൾ ഈ അമ്മ പറയും ഇല്ല അമ്മയുടെ അടുത്തല്ലേ പോണത്. മറുപടി എന്താ? അപ്പോൾ അപ്പനെന്ത് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പൻ ചോദിക്കണത് എന്താ, നീ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് ചോദിക്കും. ഇപ്പം തന്നെ ഒടിഞ്ഞ് മടങ്ങിയിരിക്കണ കൊച്ച്, ഭക്ഷണം കഴിക്കണ, വെള്ളം കുടിക്കണില്ല. അപ്പോഴാ അമ്മയുടെ ഉത്തരം എന്താ? ഇല്ല, ഞാൻ അമ്മയുടെ അടുത്താ പോണതെന്ന് പറയും. കൃപാസനത്തിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ധ്യാനകേന്ദ്രത്തിലേക്കല്ല വരുന്നത്, അതൊരു സ്ഥാപനത്തിലേക്കല്ല വരുന്നത്. നമ്മൾ വരണത് നമ്മളെ ഏൽപ്പിച്ച, ഈശോ ഏൽപ്പിച്ച അമ്മയുടെ അടുത്തേക്കാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ, എന്നുടെ അമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അവിടെ വിശ്വാസം പ്രഖ്യാപിച്ചത് ആരാണ്? കുഞ്ഞിൻ്റെ അപ്പനാ, കുഞ്ഞിൻ്റെ അമ്മയെ? അമ്മ. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൊച്ച് സൗഖ്യപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. കൊച്ചിൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയത്ത് കുഞ്ഞ് സുഖപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇവിടുന്ന് പോയതിന് ശേഷമാണ് കുഞ്ഞ് സുഖപ്പെട്ടതും രാത്രി ഭക്ഷണം 8 ദിവസത്തിന് ശേഷം രാത്രി ഭക്ഷണം കഴിച്ചതും പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പോയതും. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അമ്മ എങ്ങനെയാണ് പിന്നെ അത് വിശ്വസിച്ചത്? കാണാതെ വിശ്വസിച്ചു, അല്ലേ? അമ്മ എങ്ങനെയാണ് വിശ്വസിച്ചത്? അപ്പനോട് പറഞ്ഞത് എന്താണ്? ഇല്ല, ഞാൻ അമ്മയുടെ അടുത്തേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകണതെന്ന് പറഞ്ഞു. അപ്പോൾ സൗഖ്യപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോഴും കുഞ്ഞിങ്ങനെ അവശതപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ കുഞ്ഞിന് വരാൻ പോകുന്ന സൗഖ്യത്തെ അമ്മ കാണാതെ വിശ്വസിച്ചു. ഇതുപോലെ നിങ്ങളും കിട്ടാൻ പോകുന്ന ജോലി, കിട്ടാൻ പോകുന്ന സൗഖ്യം, മാറാൻ പോകുന്ന കടങ്ങളെ
കാണാതെ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് കിട്ടാൻ പോകുന്ന ജോലി, കിട്ടാൻ പോകുന്ന ജോലി, നടക്കാൻ പോകുന്ന സൗഖ്യം, നടക്കാൻ പോകുന്ന സൗഖ്യം, ലഭിക്കാൻ പോകുന്ന ലഭിക്കാൻ പോകുന്ന സമാധാനം, സമാധാനം, മാറാൻ പോകുന്ന കടങ്ങളെ യേശുനാമത്തിൽ ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. നീ കാണാതെ വിശ്വസിക്കുന്നു. നീ കാണാതെ വിശ്വസിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടയാളങ്ങൾ കൊണ്ട് ഞങ്ങളുടെ നിയോഗിച്ചാൽ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവർ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവർ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഈശോ ആരോടാ പറഞ്ഞത്? വിശുദ്ധ തോമാശ്ലീഹായോട് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 21:27. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 21:27. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് അങ്ങ് ഇടപെട്ടുകൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തിന് സൗഖ്യവും സമാശ്വാസവും നൽകാൻ പോകുന്നത് ഞാൻ കാണാതെ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് തോമാശ്ലീഹ പറഞ്ഞ മറുപടി എന്താണ്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ്റെ സുവിശേഷം 11:28. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വാക്കാണത്. എന്താ വാക്കിൻ്റെ പ്രത്യേകത? എത്രയോ വർഷം കഴിഞ്ഞാൽ എൻ്റെ പൗലോസ് പറഞ്ഞത് രക്ഷ പ്രാപിക്കുന്ന ഫോർമുല തോമാശ്ലീഹയ്ക്ക് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് തോമാശ്ലീഹ ഇത് പറയണത്. അതെൻ്റെ AD 29 പറയണത്. പൗലോസ് അപ്പോസ്തലൻ ഇത് റോമാലേഖനം എഴുതുന്നത് 55. ദാറ്റ് മീൻസ് 30-25 വർഷം കഴിഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയാണ്. എന്ന് പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും. ഇപ്പം തോമാശ്ലീഹയാണ് ആദ്യം രക്ഷ പ്രാപിച്ച ആൾ. അങ്ങനെയാണെങ്കിൽ അല്ലേ? ശരിയല്ലേ? എന്താ കാര്യം? യേശു കർത്താവാണെന്ന് എൻ്റെ കർത്താവെന്ന് വിളിക്കുമ്പോഴേ അതെന്താണ്? അക്ഷരം കൊണ്ടാണ് ഏറ്റു പറയണത് അല്ലേ? ദൈവം അവനെ മരിച്ചവനെ ഉയർപ്പിച്ചെന്ന് പറയുമ്പോഴാണ് കർത്താവ് ദൈവമാകണത്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത് എന്താണ്? ഹൃദയം കൊണ്ടാണ് വിളിക്കണത് അല്ലേ? അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 21:28 എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ. റോമ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കണമെങ്കിൽ. രക്ഷ എന്ന് പറയുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടിരിക്കുന്നു അല്ലേ? അതാണ് പറഞ്ഞത്. ശമയോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതാണ്. ലുക്കാ 2:30. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ണുകൊണ്ട് ശമയോൻ കണ്ടത് കൈകൊണ്ട് ആദ്യം തൊട്ടത് തോമാശ്ലീഹയാണ്. കൈ അടിച്ച് കർത്താൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ, പക്ഷാപരത്തോടെ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കാൻ, വിശ്വസിക്കാൻ,
ആത്മാവിന് നൽകണമേ, പരിശുദ്ധാത്മാവിന് നൽകണമേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ഞാൻ വിജി ജോണി, ഇതെൻ്റെ മകൻ നിഖിൽ ജോണി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോണി തോമസ്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്നു. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. ഡൽഹിയിലെ ഫരീദാബാദ് എന്ന സ്ഥലത്തിലെ ക്രിസ്തുരാജ കത്തീഡ്രൽ ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 അന്ന് ഓൺലൈനിൽ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത്. കാരണം എൻ്റെ മോന് ആദ്യമായിട്ട് ഞാൻ നിയോഗം വെച്ച് എൻ്റെ മോന് വേണ്ടിയായിരുന്നു. അവന് തലയിലൊരു ട്യൂമർ ഉണ്ടായിരുന്നു, ലോ ഗ്രേഡ് ഗ്ലയോമയായിരുന്നു. അന്ന് ഡോക്ടർ അവിടെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഒത്തിരി ആലോചിച്ചു. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫോൺ വരുന്നത്. അവൾ വഴിയാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നതും ഈ പള്ളി, ഇങ്ങനെ ഒരു പള്ളി ആലപ്പുഴയിലുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ആ കുട്ടി എന്നെ ഒത്തിരി സഹായിച്ചു. ഉടമ്പടി എങ്ങനെ ഓൺലൈനിൽ എടുക്കണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളുണ്ടായി. ഒന്നാമതായി ഉണ്ടായത്, എൻ്റെ മോന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മോനെ സുഖപ്പെടുത്തണമെന്ന്. ദൈവം എന്നെ ഇതുവഴി ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ചു. പല ഡോക്ടർമാരും പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ ഓൺലൈനിലല്ലാതെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യാതൊരു കാരണവശാലും കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യരുത്, ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല, കുഞ്ഞിന് പ്രായം കുറവാണ്, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നലെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നു. 2 ദിവസം മുന്നേ ഞാൻ MRI വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും ആ നോർമലിൽ തന്നെ കിടക്കുകയാണ്, ഒരു കുഴപ്പമില്ല കുഞ്ഞിന്. പിന്നെ അങ്ങനെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവനൊരു കുഴപ്പമില്ല, പഠിത്തത്തിലായാലും നല്ല രീതിയിൽ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി, രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. പുള്ളിക്കാരൻ്റെ തലവേദന ഉണ്ടായിരുന്നു. 17 വർഷം കൊണ്ടുള്ള തലവേദനയായിരുന്നു, മൈഗ്രെയിൻ ആയിരുന്നു. ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുറവുമില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലവേദനയ്ക്ക് മാറ്റം ഉണ്ടായി. ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഛർദിലും ലീവ് എടുത്ത് വീട്ടിൽ 2-3 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്യൂട്ടിയിൽ പോകാനും തലവേദന മാറാനും തുടങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പിന്നെ എൻ്റെ മൂന്നാമത്തെ നിയോഗം, ഞാൻ കൊന്ത ചെല്ലാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് മുട്ടുകുത്തി കൊന്ത ചെല്ലാൻ പറ്റില്ലായിരുന്നു. കാരണം അതുപോലെ എനിക്ക് വേദനയാണ്. 3 വർഷമായിട്ടുള്ള എൻ്റെ മുട്ടിൻ്റെ വേദന എൻ്റെ മാതാവ് എനിക്ക് തീർത്തു തന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്ക് മുട്ടുകുത്തി നിന്ന് എനിക്ക് കൊന്ത ചെല്ലണം, അതിനുള്ള അനുഗ്രഹം നീ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് പോലും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാത്ത എനിക്ക് 2 ദിവസം 3 ദിവസം കഴിയും തോറും എനിക്ക് നന്നായി പ്രാർത്ഥിക്കുവാനും മൊത്തം പ്രാർത്ഥനയിലും കൊന്തം മൊത്തം ചൊല്ലി, ഇവിടുത്തെ പ്രാർത്ഥനയും ചൊല്ലി, കൃപാസനത്തിലെ പ്രാർത്ഥനയും ചൊല്ലി കഴിയുന്നത് വരെയും ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. ആ ഒരു അനുഗ്രഹം എനിക്ക് തന്നു. വേറെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോടായാൽ പോലും മക്കളോടായാൽ പോലും ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. ഞാനിപ്പോൾ ആരോടും ദേഷ്യപ്പെടാറില്ല, ഭർത്താവിനോടും ദേഷ്യപ്പെടാറില്ല. സൗമ്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നതും ജീവിക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുടുംബജീവിതത്തിലായാലും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നു. ഞാൻ ഹോസ്പിറ്റലിൽ
പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു, പ്രാർത്ഥിക്കും. രോഗികളായി വരുന്ന എല്ലാവരെയും ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അവരെ സുഖപ്പെടുത്തുമായിരുന്നു. എല്ലാവരും എന്നെ വിളിക്കും, നീ പ്രാർത്ഥിച്ചാൽ നീ വഴി ദൈവം നിന്റെ വിളി കേട്ട് ഞങ്ങളെ സുഖപ്പെടുത്തുമെന്നോ. അപ്പോൾ ഞാൻ ഓടിക്കൊണ്ടുപോകും തൈലവും വെഞ്ചരിച്ച ഉപ്പും തേനുമായി ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒത്തിരി വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവർക്കത് കൊടുക്കും. അവർക്ക് വലിയ സന്തോഷമാകും. ഹിന്ദിക്കാരാണെങ്കിലും എന്തൊരു കാര്യത്തിന് എന്നെ വിളിക്കും, നീ ഓടി വന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ദൈവം വിളി കേൾക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരെയും തൈലം തേച്ചായാലും സുഖപ്പെടുത്താറുണ്ട്. ഒത്തിരി നന്ദിയാണ് ഈശോയോട്. അതുപോലെ ഞാൻ പത്രങ്ങൾ ഇവിടുന്ന് ഹിന്ദി പത്രങ്ങളും മലയാളം പത്രങ്ങളും കൊണ്ടുപോകും. ഹിന്ദിക്കാർക്കും കൊടുത്തു, മലയാളികൾക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും. അതുപോലെ എൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വരുന്ന പാവപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് ഞാൻ ആഹാരങ്ങൾ വെച്ചു കൊടുത്തായാലും ഞാൻ കൊണ്ടുപോകും. മിക്ക ദിവസങ്ങളിൽ ആഹാരം അവർക്കായി കൊണ്ടുപോകും. അവർക്ക് വേണ്ടുന്ന പൈസയായിട്ടായാലും അല്ലെങ്കിൽ വസ്ത്രങ്ങളായാലും ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. എല്ലാവരോടും എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, എല്ലാവരും ഈ വെഞ്ചരിച്ച ഉപ്പും തൈലവും ഉപയോഗിച്ച് നിങ്ങൾ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ രാവിലെ ആയാലും വൈകിട്ടായാലും ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലുമ്പോൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് ഒരു തുള്ളി ഉപ്പിട്ട് ഞങ്ങൾ 3 പേരും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് കുടിച്ചിട്ടാണ് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികൾ തുടങ്ങുന്നത്. അതുപോലെ വൈകുന്നേരവും പ്രാർത്ഥനാ സമയത്ത് ഞങ്ങൾ ഉപ്പിട്ട് വെഞ്ചരിച്ച ഉപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നതും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. കൃപാസനത്തിലെ എല്ലാ പ്രേയറുകളും ഞങ്ങൾ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ സാക്ഷ്യങ്ങളും എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുമുണ്ട്, അത് ഷെയർ ചെയ്യാറുമുണ്ട്. പിന്നെ എല്ലാത്തിനും എനിക്ക് ഈശോയോടും മാതാവിനോടും ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ അതുപോലെ സാക്ഷ്യം പറയാൻ ഇത്തിരി താമസിച്ചു പോയതിൽ ഞാൻ ഒത്തിരി മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ എന്ന് എൻ്റെ അപ്പായോടും അമ്മയോടും ഞാൻ താണപേക്ഷിക്കുകയാണ്. യേശുവേ സ്തുതി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആലീസ് വർഗീസ്, മുംബൈയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി വർഗീസ്. ഞങ്ങൾ 2019 മുതൽ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. 2 വർഷം മുമ്പേ എൻ്റെ ജീവിത പങ്കാളിക്ക് 2 കണ്ണിനും കാറ്ററാക്റ്റിൻ്റെ അസുഖം ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം നല്ല ചൂടുകാലമായതിനാൽ 15 ദിവസത്തേക്ക് തല കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ വിചാരിച്ചു മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരുന്നു. എന്നിട്ട് അത് 2 വർഷം അങ്ങനെ അങ്ങ് നീണ്ടുപോയി. കാരണം ഇടയ്ക്കങ്ങ് മടിച്ചു. സന്ധ്യ കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാറ്ററാക്റ്റിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. എന്നിട്ട് അത് അറിഞ്ഞ ദിവസം മുതൽ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിയുന്ന ഉടനെ ഉടമ്പടി തൈലം 2 കണ്ണിൻ്റെയും പോളയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2 മാസം മുന്നേ ഒരു ദിവസം മുഖം കഴുകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്ന് എന്തോ അടർന്നു വീണതായിട്ട് തോന്നുന്നു, വെളുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം കണ്ണിൽ ചൂട് കാരണം ചീമ്പലായിരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞേ അതല്ല, എൻ്റെ കണ്ണിൽ നിന്ന് എന്തോ ഒരു സാധനം അടർന്നു പോയിന്ന്. പിന്നെ ഞങ്ങൾ കണ്ണാടി മാറണമെന്ന്, ഒരു കണ്ണാടി ഉണ്ടായിരുന്നത് കളഞ്ഞു പോയി. അപ്പോൾ പുതിയ കണ്ണാടി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്ന് ചെക്ക് ചെയ്ത ഉടനെ കണ്ണിൽ കാറ്ററാക്റ്റ് ഇല്ലയെന്ന് അവർ സ്ഥിരീകരിക്കുകയും കണ്ണിൽ ആ പഴയ നേരത്തെ വെച്ചുകൊണ്ടിരുന്ന ആ കണ്ണാടി തന്നെ വെച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. കാരണം റീഡിങ്ങിന് വേണ്ടി കണ്ണാടി ആവശ്യമായിരുന്നു, അത് ചെയ്താൽ മതിയെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണ സൗഖ്യം കണ്ണിന് കിട്ടി, ഒരു ഓപ്പറേഷനും കൂടാതെ. മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ 12 വർഷമായിട്ട് എനിക്ക് തൈറോയിഡുണ്ട്. അപ്പോൾ ആ തൈറോയിഡിന് ഞാൻ 100 mgയുടെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു സഹോദരിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള തൈറോയിഡ്
ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും കഴിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളാണ്, എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്തുകൂടാ? പിറ്റേ ദിവസം മുതൽ ഞാൻ മരുന്ന് 100 mg ആ മരുന്ന് ഉപേക്ഷിച്ചിട്ട് ഉടമ്പടി തൈലം രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ തൊണ്ടയിൽ പുരട്ടുകയും ഉപ്പും തേനും കഴിക്കുകയും ചെയ്തു. ഇത്രയും വർഷമായിട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി പൂർണ്ണമായിട്ട് എപ്പോൾ ചെക്ക് ചെയ്താലും എൻ്റെ തൈറോയിഡ് നോർമലാണ്. യാതൊരു പ്രശ്നവും തൈറോയിഡിൻ്റേതായിട്ടുള്ളത് എനിക്കിപ്പോൾ ഇല്ല. മൂന്നാമതായിട്ട് 25 വർഷമായിട്ട് എൻ്റെ വസ്തുവിൻ്റെ പോക്കുവരവ് നടക്കാതെ കിടക്കുകയായിരുന്നു. അത് നേരത്തെ വസ്തു എഴുതിയ സമയത്ത് പോക്കുവരവ് ചെയ്യാനായിട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ ആ സമയത്ത് അതങ്ങ് മറന്നു പോവുകയും ചെയ്തു. ഇപ്പോൾ 1 വർഷം മുന്നെയാണ് ഞങ്ങളത് അറിയുന്നത്, അതിന് പോക്കുവരവ് ചെയ്തിട്ടില്ല, അതിന് കരമടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ ആ വില്ലേജ് ഓഫീസിൽ പോയി, സാധാരണയാണെങ്കിൽ പെട്ടെന്നൊന്നും അത് സാധിച്ചു കിട്ടുകയില്ല. 2-3 വർഷമായവരുടെയൊക്കെ അപേക്ഷകൾ അവിടെ കിടക്കുകയാണെന്നാണ് അറിഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ അവിടെ പോയിട്ട്, ഞങ്ങൾ 2 ആളും കൂടാണ് പോയത്. അവിടെ ചെന്ന് ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി വില്ലേജ് ഓഫീസറുടെ മേശയുടെ സൈഡിലായിട്ട് ആരും ചവിട്ടാത്തടത്തായിട്ട് ഇട്ടു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ പെട്ടെന്ന് തന്നെ ആ വില്ലേജ് ഓഫീസർ അത് എൻ്റെ അപേക്ഷകളെല്ലാം നോക്കുകയും 4 ദിവസത്തിനുള്ളിൽ തന്നെ അതെല്ലാം ശരിയാക്കി തരികയും ചെയ്തു. അത് ആ ഓഫീസിലുള്ളവർക്കും അതിശയമായിരുന്നു. ആ ചുറ്റുവട്ടത്തുള്ള കേട്ട എല്ലാ ആൾക്കാരും പറഞ്ഞു, ഒരു കാരണവശാലും ആ ഓഫീസർ അങ്ങനെ ചെയ്യുകയില്ല, കാരണം നല്ല കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് കിട്ടിയെന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. 6 മാസം മുമ്പ് എനിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ആ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുകയും ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുകയും സോണോഗ്രഫി എടുക്കുന്ന സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ദൈവകൃപയാൽ റിപ്പോർട്ടെല്ലാം നോർമലായിട്ട് വന്നു, യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നു. അതുപോലെ എൻ്റെ ബ്രസ്റ്റിന് ഒരു ചെറിയ തടിപ്പ്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള തടിപ്പും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചുടനെ സോണോമാമോഗ്രഫി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം സോണോമാമോഗ്രഫി എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലമൊക്കെ പുരട്ടി ഉപ്പും തേനും കഴിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വളരെ നോർമലാണെന്ന് കണ്ടു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് 1000 കോടി നന്ദി. പിന്നെ വേറൊരെണ്ണം ഉള്ളത്, ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ 1ാമത്തെ നില മുതൽ ആൾക്കാർ താമസിക്കുന്ന 7 നില വരെയുണ്ട്. താഴത്തെ നിലയിൽ മുഴുവൻ കടകളാണ്. അപ്പം ആ കടകൾക്ക് മുമ്പിൽ കുറേയേറെ സ്ഥലം ഉണ്ട്. അത് ഹൗസിംഗ് സൊസൈറ്റിയുടേതാണ്. പക്ഷേ അത് കടക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ അവർ അത് ഇല്ലീഗലി അക്വയർ ചെയ്തെടുത്തു. അപ്പം ഹൗസിംഗ് സൊസൈറ്റിയിൽ ഉള്ള താമസക്കാരും കടക്കാരും തമ്മിൽ അത് വഴക്കായി, അവസാനം കേസായി. കേസ് 3 വർഷത്തോളം നടന്നു. യാതൊരു വിധത്തിലും അത് നമുക്ക് അനുകൂലമല്ല എന്ന് കണ്ടു. കാരണം അവരത്രയേറെ കൈക്കൂലി കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് ഒതുക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഈ ഹസ്ബൻഡായിരുന്നു ഹൗസിംഗ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഉടമ്പടിയിൽ ഞാനത് വെക്കുകയും എല്ലാ ദിവസവും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ വേഗം തന്നെ ഒരു സൊല്യൂഷൻ മനസ്സിൽ തോന്നിച്ചു. MLA പോയി കണ്ട് സംസാരിക്കാനായിട്ട്. അവിടുത്തെ MLA പോയി കണ്ട് സംസാരിച്ചു. MLA ഉടൻ തന്നെ മേയറെ വിളിച്ച് സംസാരിക്കുകയും മേയർ മുനിസിപ്പൽ കൗൺസിലർക്ക് ഉടൻ തന്നെ ഓർഡർ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇല്ലീഗലി അവർ കെട്ടിയിരിക്കുന്ന എല്ലാം പൊളിച്ചു മാറ്റണമെന്ന്. അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അതെല്ലാം സംഭവിച്ചു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവരോടും ഞങ്ങളതൊരു സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്തു. കാരണം എല്ലാവർക്കും അറിയായിരുന്നു അത് ഒരു കാരണവശാലും അത് മാറ്റാൻ പറ്റുകയില്ല എന്നുള്ളത്. പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ പല ഭാഷകളിലുള്ള ബൈബിളുകൾ എല്ലാം വാങ്ങിച്ച് പിന്നെ പലർക്കായിട്ട് വിതരണം ചെയ്യുന്നു. മറാഠി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൽ വേണ്ടവർക്ക് അത് ചോദിക്കുന്നവർക്കല്ല, 1-2 കുറേ ഏറെ അങ്ങനെ ചെയ്യുന്നു. പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക്
ചെറിയ എമൗണ്ട് അല്ല, ദൈവം അനുവദിച്ച നല്ല എമൗണ്ടുകൾ തന്നെ കൊടുത്ത് അവരെ സഹായിക്കുന്നു. രോഗികൾക്കൊക്കെ മരുന്ന് വാങ്ങിക്കാനും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും അല്ലാതെ മരുന്ന് വാങ്ങിക്കാനും ഹോസ്പിറ്റലിൽ പോകാൻ സൗകര്യമില്ലാത്തവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. രോഗി സന്ദർശനം ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറാഠി, ഹിന്ദി, കൊങ്കിണി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പേപ്പറുകളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അത് ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ 2 പേരുമായിട്ടാണ് നടന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇപ്രാവശ്യം കുറേയേറെ വാങ്ങിച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. അതുപോലെ ഉടമ്പടി ഉപ്പ്, തേന് ഇത് ചോദിക്കുന്ന, അതുപോലെ കാശിരൂപങ്ങൾ, വെഞ്ചരിച്ചത്, കൊന്ത, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കും. കാരണം പലർക്കും ഇവിടെ കൃപാസനത്ത് വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് കൊണ്ടു കൊടുക്കുകയും അവരോട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. മറാഠികൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. പലരും ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്നേഹത്തിലും പരിചയത്തിലുള്ള ഒത്തിരി വ്യക്തികൾ ഞങ്ങൾ കാരണം ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ഉന്നതി എന്ന് പറയാൻ, ഞാൻ മാർത്തോമാ സഭയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എന്നെ വിവാഹം കഴിച്ചത് കാത്തലിക്കിലാണ്. അത് കാരണം എനിക്ക് ജപമാലയോടൊന്നും വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു. കാരണം അറിയാൻ വയ്യാത്തത് കൊണ്ടുള്ള ഇതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാലയോട് അടങ്ങാത്ത ഒരു സ്നേഹവും ഭക്തിയും എല്ലാം വരികയും ഡെയിലി ഏറ്റവും കുറഞ്ഞത് 4 ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലും. പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സ്പെഷ്യലായിട്ട് ചൊല്ലും. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടക്കുകയില്ല. പറ്റുന്ന സമയത്തെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കും. പിന്നെ ഇപ്പം ബൈബിള് 11 പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പോഴും വായന വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അറിയാൻ പറ്റുന്ന എല്ലാവർക്കും കൃപാസനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്യും. വചനങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ആ വചനങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പലരും പറയും വളരെ സന്തോഷം തോന്നുന്നുണ്ട്, ആ വചനം ഞങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ഹിന്ദുക്കളായാലും ഒക്കെ ഒത്തിരി പേർക്ക് ഒരുപാട് സമാധാനം അങ്ങനെ കിട്ടുന്നുണ്ടെന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.